ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, രാമോത്ത്. രാമോത്ത് എന്ന പട്ടണം പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, രാമോത്ത് എന്ന പട്ടണം സങ്കേത നഗരം പണിതിരിക്കുന്നത് താഴ്വരയിലല്ല. രാമോത്ത് എന്ന പട്ടണം പണിതിരിക്കുന്നത് മലമുകളിലാണ്. രാമോത്ത് എന്ന പട്ടണത്തിന്റെ പ്രത്യേകത മലമുകളിലാണ്. ഹേ, ഏകരായി താഴ്വരയിലൂടെ പോകുന്ന ആരോ എന്നെ കേൾക്കുന്നു. ഏകരായി ജീവിതത്തിന്റെ താഴ്വരയിലൂടെ കടക്കുന്ന ആരൊക്കെയോ ഇന്ന് പകൽക്കാലം സ്തോത്രം എന്നെ കേൾക്കുന്ന 3 താഴ്വര ഞാൻ പറയട്ടെ. നമ്പർ 1, കണ്ണുനീരിന്റെ താഴ്വര. കണ്ണുനീരിന്റെ താഴ്വര. സ്തോത്രം. സങ്കീർത്തനം 84 അതിന്റെ സ്തോത്രം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകം പറയുന്നു, ബാഖാ താഴ്വര. ബാഖാ താഴ്വര എന്ന് പറയുന്നത് കണ്ണുനീരിന്റെ താഴ്വര. എല്ലാ കുടുംബങ്ങൾക്കും ബാഖാ താഴ്വരയുണ്ട്. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും ബാഖാ താഴ്വരയുണ്ട്. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ബാഖാ താഴ്വരയുണ്ട്. ബാഖാ താഴ്വരയിൽ പാസ്റ്റർ ഇല്ല. ബാഖാ താഴ്വരയിൽ ദൂത് പറയുന്ന പ്രവാചകനില്ല. ബാഖാ താഴ്വരയിൽ ഫ്രണ്ട്സ് ആരുമില്ല. പക്ഷെ ബാഖാ താഴ്വരയിൽ ഒരുവനുണ്ട്, യഹോവ ശമ്മ. ഇമ്മാനുവേലാകുന്ന കർത്താവ് നിന്റെ ബാഖാ താഴ്വരയിൽ നിന്റെ കൂടെ ഇരിക്കുക. കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുമ്പോൾ അതേ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുവാൻ സ്തോത്രം. ബാഖാ താഴ്വരകൾ, കണ്ണുനീരിന്റെ താഴ്വരകൾ ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നു. രണ്ടാമത് വേറൊരു താഴ്വരയാണ് നിരാശയുടെ താഴ്വര. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം 5 വാക്യത്തിൽ സ്തോത്രം, ബേർശേബ മരുഭൂമിയിൽ നിരാശയുടെ താഴ്വരയിൽ ഏലിയാവ് കിടക്കുകയാണ്. ഇന്നും നിരാശയുടെ താഴ്വരയിൽ ആരോ കേൾക്കുന്നു. പക്ഷെ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നടത്തുന്ന ദൈവത്തിനായി സ്തോത്രം. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് എന്നെങ്കിലും ആ ദൂത് സ്തോത്രം അതെ പ്രസംഗിപ്പാൻ ആഗ്രഹമുണ്ട്. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക്. എബ്രായർ 6 പറയുന്നു, പ്രത്യാശ എന്ന നങ്കൂരം നിന്നെയും എന്നെയും കുലുങ്ങാത്തവരായി നിർത്തുന്നത് പണമല്ല, പദവിയല്ല, ജോലിയല്ല, വരുമാനമല്ല, മനുഷ്യനല്ല, ഫാൻസ് അസോസിയേഷൻ അല്ല. നമ്മെ കുലുങ്ങാതെ നിർത്തുന്നത് എന്താണ്? ദ ആങ്കർ ഓഫ് ഹോപ്പ്, പ്രത്യാശ എന്ന നങ്കൂര. നിരാശയുടെ താഴ്വരയിൽ നിന്ന് നിന്നെ കൈപിടിച്ച് കയറ്റി പ്രത്യാശ എന്ന നങ്കൂരം നൽകി ഉറപ്പുള്ളവരായി കുലുങ്ങാത്തവരായി നിർത്തുന്ന ദൈവത്തിന് സ്തോത്രം. കണ്ണുനീരിന്റെ താഴ്വര, നിരാശയുടെ താഴ്വര. നമ്പർ 3, മരണത്തിന്റെ താഴ്വര. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം പറയുന്നു, കൂരിരുളിന്റെ താഴ്വര എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, മരണത്തിന്റെ താഴ്വര. എന്നാൽ മരണത്തിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ സ്തോത്രം, നീ നിലവിളിക്കുകയില്ല, നീ ഭയപ്പെടുകയില്ല, നീ ഭാരപ്പെടുകയില്ല. കാരണം മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ മരണക്കിടക്കയുടെ അരികിൽ ഇറങ്ങി നിൽക്ക. മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ ആ റൂമിൽ നിന്നോട് കൂടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് നീ നിലവിളിച്ചല്ല ഈ ലോകത്തിൽ നിന്ന് ബബായി പറയുന്നത്, നീ അലച്ചുകൂവി കരഞ്ഞിട്ടല്ല ഈ ലോകത്തിൽ നിന്ന് പറയുന്നത്, ലോകത്തിൽ നിന്ന് പോകുന്നത്. പകരം പുഞ്ചിരിയോടെ, ചിരിച്ചുകൊണ്ട്, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ഈ ഭൂമിയേക്കാൾ 10,000 മടങ്ങ് ഒത്തിരി നല്ല നിത്യതയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മരണത്തിന്റെ താഴ്വരയുണ്ട്. എന്നാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏതെങ്കിലും കഷ്ടത്തിന്റെ, നഷ്ടത്തിന്റെ, കണ്ണുനീരുകളുടെ, നിരാശയുടെ താഴ്വരയിൽ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ രാമോത്ത് എന്ന സങ്കേത നഗരത്തിനായി സ്തോത്രം. രാമോത്ത് എന്ന സങ്കേത നഗരം അത് താഴ്വരയിലല്ല, അത് പർവ്വതത്തിന് മുകളിലാണ്. ദൈവം സങ്കേതമായി വെളിപ്പെട്ടാൽ കുറ്റം പറയുന്നതായ നിന്റെ ബന്ധുക്കൾ, മത്സരിക്കുന്ന നിന്റെ അയൽവാസികൾ, നീ ആരാകുമെന്ന് തുറച്ചു നോക്കുന്ന നിന്റെ ശത്രുക്കൾ, ഒരിക്കലും നിന്നെ താഴേക്കല്ല നോക്കുന്നത്, നിന്നെ ഉയരങ്ങളിലേക്ക് നോക്കുക. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, എന്നെ ഉയർത്തും കർത്താവേ, എന്നെ ഉയർത്തും കർത്താവേ. ലിഫ്റ്റ് യുവർ ഹാൻഡ്സ്. 2 കരങ്ങൾ ഉയർത്തി പറ, എന്നെ ഉയർത്തും കർത്താവേ, എന്നെ ഉയർത്തും കർത്താവേ. ആ ദൈവത്തിന്റെ കവനന്റ് ബ്ലെസ്സിംഗ് ആണ്, ആ ദൈവത്തിന്റെ ഉടമ്പടിയാണ്. നിന്നോട് കള്ളം പറയാത്തവനായ ദൈവം പറയും, ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ ഉയർത്തും. 28-ാം അധ്യായം 13-ാം വാക്യം, 28-ാം അധ്യായം 13-ാം വാക്യം. ഏത് പുസ്തകം? ആവർത്തനം 28:13. തമ്പുരാൻ പറയുന്നു, സ്തോത്രം, നീ താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കുക. നീ താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കുക. ആ തന്നയുടെ അടിയിൽ വരയിട്ടാട്ടെ. ഒരിക്കൽ കൂടെ, ആ തന്നയുടെ അടിയിൽ നന്നായിട്ട് വരയിട്ടാട്ടെ. തന്നയുടെ അടിയിൽ ഉയർച്ച തന്നെ പ്രാപിക്കുക. എൻ്റെ സെപ്റ്റംബർ ഓഗസ്റ്റിനേക്കാൾ ഒത്തിരി ഉയർത്തപ്പെട്ടതായിരിക്കും. എൻ്റെ ഒക്ടോബർ സെപ്റ്റംബറിനേക്കാൾ ഉയർത്തപ്പെട്ടതായിരിക്കും. എൻ്റെ നവംബർ ഒരിക്കൽ കൂടെ ഉയർത്തപ്പെട്ടതായിരിക്കും. ഞാൻ താഴോട്ട് ഇറങ്ങുന്നവനല്ല, ഞാൻ ഉയരങ്ങളെ കീഴടക്കുന്നവനാണ്. ഞാൻ താഴേക്ക് ഇറങ്ങുന്നവനല്ല, ഞാൻ ഉയരങ്ങളിൽ നിൽക്കുവാൻ പോകുന്നു. സ്തോത്രം. ഹബക്കൂക്ക് 3-ൽ ഇതാ പ്രവാചകൻ ദൈവജനത്തെ കണ്ടു പറയുന്നു, ഹല്ലേലൂയ, മാൻകുട്ടികൾക്ക് സമാനമായ, മാൻകുട്ടിക്ക് സമാനമായ കാലോടുകൂടെ എവിടെ നിൽക്കുന്നു? മോർച്ചറിയിലല്ല, പകരം ഗിരികളിൽ നിൽക്കുന്ന
ഹല്ലേലൂയ. മാൻകുട്ടിക്ക് സമമായ കാലുകളോടെ നിന്റെ താഴ്വരകളിൽ നിന്ന് നീ ഓടിക്കയറി നീ പർവ്വതങ്ങളുടെ മുകളിൽ നിൽക്കുന്ന നാട്ടുകാരൊന്ന് കാണട്ടെന്നേ, ദേശമൊന്ന് അറിയട്ടെന്നേ. ഈ പുസ്തകത്തെ നീ ഉയർത്തിയെങ്കിൽ ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. ഇത് AC ഹാളല്ല, പ്രലോഭനം പ്രഭ. നല്ല ചൂടാണ്, നല്ല ചൂടാണ്. ഇത് പ്രലോഭനമല്ല പറയുന്നേ. ഓ ദുഷ്ട പിശാചേ, സൈലന്റ് ഇൻ ജീസസ് നെയിം. ഇത് പ്രവചനമാണ്. ഓ ഇത് പ്രലോഭനമല്ല, ഇത് പ്രവചനമാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിന്നെ സ്തോത്രം താഴേക്ക് ഇറക്കുന്നവനല്ല, എൻ്റെ ദൈവം ഉയരങ്ങളിലേക്ക് കയറ്റുന്നവനാണ്. കാരണം എൻ്റെ സങ്കേതം ശമ്പളമല്ല, നിന്റെ സങ്കേതം ഈ ദൂത് കേട്ട് വിശ്വസിക്കുന്ന നിന്റെ സങ്കേതം കുടുംബസ്വത്തല്ല. ദൈവം നിന്റെ സങ്കേതം അത്രേ. ദൈവം നിന്റെ സങ്കേതമാകുമ്പോൾ നീ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കുക. സ്തോത്രം. അതാണ് നമ്മുടെ നേതാവിൽ സംഭവിച്ചത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 11 വരെ വായിക്കുമ്പോൾ, അതുകൊണ്ട് അവൻ തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി, അവൻ അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശിലെ മരണത്തോളം അവൻ തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നത് കൊണ്ട്, അർത്ഥം അവൻ വില കൊടുത്തത് കൊണ്ട്, അവൻ വില കൊടുത്തത് കൊണ്ട്, അത് വില കൊടുത്തത് കൊണ്ട്, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. വില കൊടുത്ത ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. വില കൊടുത്തത് കൊണ്ട്, അതുകൊണ്ടാണ് ദൈവം നിന്നെ ഉയർത്തുന്നത്. ഹലോ, ഉഴപ്പന്മാർക്ക് നിന്നെ കാണുമ്പോൾ ചൊറിയും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇൻ ജീസസിനെ കരഞ്ഞവരെ, വില കൊടുത്തവരെ, ഉപവസിച്ചവരെ, ജീവിതത്തെ സൂക്ഷിച്ചവരെ നിന്നെ കുനിഞ്ഞല്ല നോക്കുന്നത്. ദൈവം നിന്റെ സംഗീതമാണ്. ഉയരങ്ങളിലേക്ക് ദൈവം നിന്നെ നിർത്തുവാൻ വേണ്ടി പോകുന്നു.